നമ്മുടെ ഈ നീലേശ്വരത്തേക്ക് ആൾക്കാർ വന്നുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമായിരുന്നില്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവങ്ങളും അതേപോലെ തന്നെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബേക്കൽ ബീച്ചിനും പിന്നെ റാണിപുരം, നമ്മളൊരു ഡെസ്റ്റിനേഷനാണ് റാണിപുരം. ആ റാണിപുരത്തിനിടയിൽ തന്നെ കാഞ്ഞങ്ങാട് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന മഞ്ചമ്പതി കുന്നുണ്ട്. മഞ്ചമ്പതി കുന്ന് എന്ന് വെച്ചാൽ നമ്മളെ കാഞ്ഞങ്ങാട് പട്ടണത്തിലെ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ വൈകുന്നേരം സമയം കളയാൻ വേണ്ടിയിട്ട്, സമയം ചെലവഴിക്കാനായിട്ട് എവിടെയും പോകാനില്ല. ഹോട്ടലിൽ പോയിട്ട് ഇരുന്ന സമയം കളയാന്നല്ലാണ്ട് വേറൊരു മാർഗവും ഇവിടുത്തെ ജനങ്ങൾക്കില്ല. ഒരു ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ അല്ല സൺഡേകളിൽ അവരെ ഫാമിലിയെ കൂട്ടി എവിടെ പോകും? അടിസ്ഥാന സൗകര്യമില്ലാത്ത ഇന്ന് മഞ്ഞമ്പതിക്കുന്ന ആൾക്കാർ അഭയം തേടുന്ന വെച്ചാൽ വേറെ എവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച്, യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ച്, അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടനവധി ആൾക്കാർ അവിടെ സന്ദർശിക്കാവുന്നതാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യം കൊടുക്കേണ്ട ഉത്തരവാദിത്വം BRDCക്ക് ആണെങ്കിൽ വളരെ നന്നായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബേക്കൽ റിസോർട്ട് BRDCയുടെ ഒരു അണ്ടറിൽ തന്നെ ആ പ്രൊജക്റ്റ് ഉണ്ടാക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഈ സമിതിയോട്. സെമിനാറിൽ പറ്റാത്ത പ്രതിസന്ധികളാണ് നമ്മുടെ ടൂറിസം മേഖലയിൽ അന്ന് ഒരുപാട് അനുഭവിച്ചത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2019-2020 കാലഘട്ടത്തിൽ BRDC മുൻകൈ എടുത്തുകൊണ്ട് ചില ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് ബോട്ടിൽ ഉദ്യോഗസ്ഥന്മാർക്ക്, ജോലിക്കാർക്ക്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും BRDC ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ മേഖലയെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനായാലും BRDC ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. രാവിലെ ഗസ്റ്റ് ഉണ്ടാവും, നമ്മളെ ജോലിക്കാർ പണി മുടക്കും. കാരണം എന്താണ്? ഇന്നലെ എന്തോ ഒരു ഗസ്റ്റ് കുറച്ച് മോശമായി പെരുമാറി. അത് അർത്ഥമാക്കുന്നത് ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ഒരു പ്രാവീണ്യം, സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ബന്ധങ്ങൾ, കമ്മിറ്റ്മെൻറ്റ്സ് വളരെ വലുതാണ്. അത് നമ്മൾ എക്സാക്റ്റ് യഥാർത്ഥ രീതിയിൽ ടെമ്പിൾ ടൂറിസം ഒട്ടനവധി നല്ല നല്ല ക്ഷേത്രങ്ങളാണ് നമ്മുടെ ജില്ലക്കകത്തുള്ളത്. അത് യഥാർത്ഥ രീതിയിൽ ഭക്തി എന്നതിലുപരി ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രൊമോഷൻ നടത്തുകയാണെങ്കിൽ, അതിന് വേണ്ട സെപ്പറേറ്റ് കാറ്റലോഗ് ഉണ്ടായിക്കൊണ്ട് പ്രൊമോഷൻ നടത്തുകയാണെങ്കിൽ അമ്പലക്കാർക്കും ഗുണങ്ങളാണ്, നമ്മളെ ജനങ്ങൾക്ക് മൊത്തത്തിലും. എസ്പെഷ്യലി ഇതിനെ ഗുണം ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്കാണ്. എങ്ങനെയാ വെച്ചാൽ തൊഴിൽ വർദ്ധിപ്പിക്കും. അവിടെ പല ചെറിയ പെട്ടി ഷോപ്സുകളും കാര്യങ്ങളും ഉണ്ടാക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ആയ ഒട്ടനവധി തൊഴിൽ മേഖലകൾ തന്നെ സൃഷ്ടിക്കാൻ ഈ ടെമ്പിൾ ടൂറിസം കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇത്രമാത്രം എനിക്ക് 5 സ്റ്റാർ ഹോട്ടൽസ് വരുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അതിൽ വേറൊരു വിധമുള്ളത്, ഒരു ഡയറക്റ്റ് ഹോട്ടൽസ് വരുമ്പോൾ ഹോട്ടൽസിന് ഒപ്പം ഗസ്റ്റ് വരുന്നുണ്ട്, പഞ്ചായത്തിന് അതിൻ്റെ ടാക്സ് വരുന്നുണ്ട്, റവന്യൂ. പക്ഷേ അതിനൊപ്പോൾ ആലൈഡ് ഇൻഡസ്ട്രീസോ ആലൈഡ് ട്രേഡ് ആൻഡ് കോമേഴ്സോ, പിന്നെ പ്രസാദ് സാർ പറഞ്ഞ പോലെ സോവനീർ ഷോപ്സോ ഇവിടെ ഇല്ല. അതായത് ആ ഹോട്ടലിൽ വന്നവർ ചുറ്റും എന്താ കാണാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ കുറേ ഒന്നും പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യാനോ ഇല്ല അതൊരു പ്രോപ്പർ ഫോമാറ്റിലാക്കിയിട്ടോ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് മിക്ക ഗസ്റ്റും എൻ്റെ അറിവിൽ പുറത്തിറങ്ങാറില്ല. അതാണ് നമ്മൾ പറഞ്ഞു, ഗസ്റ്റ് വരാറുണ്ട് പക്ഷെ നമ്മൾ അറിയാറില്ല. ഈ ബേക്കൽ ജാർഖണ്ഡ് CM വന്നത് ഞാൻ കന്നഡ പേപ്പർ വായിച്ചുകൊണ്ടാണ് മനസ്സിലായത്. ഐ തിങ്ക് ഒരു ഡേ എക്സ്റ്റെൻഡ് ചെയ്തത് ഇവിടുത്തെ ബ്യൂട്ടി കാരണമാണ്. അപ്പോൾ പോകേണ്ട ലൊക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട്, ഇപ്പോൾ നമ്മൾ കാസർഗോഡുകാരനാണ്, നമുക്ക് കാണാവുന്ന ഒരു പുതുമയില്ല. അപ്പോൾ ഈ സാധനം നമ്മുടെ നാട്ടിൻപുറം, പക്ഷെ ആ പുറത്തുനിന്ന് വരുന്നതിന് അത് പുതുമയായിരിക്കും. പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആലൈഡ് ആയിട്ടുള്ള ഒരു സോവനീഴ്സോ അതുപോലത്തെ ഈ വരുന്നതിൻ്റെ ഇൻകം അവൻ്റെ സ്പെൻഡിങ് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതൊരു സ്പ്രെഡ് ആവുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഏജൻസീസ് GTPCയും BRDCയും തമ്മിലുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് കാസർഗോഡ് മാത്രം പ്രത്യേകതകളുണ്ട്, BRDC ഉള്ളതുകൊണ്ട്. BRDC ആസ് ഓഫ് നൗ 4 വില്ലേജും പ്ലസ് പുറത്തേക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഒന്നോ പ്രൈവറ്റ് ഏജൻസി BRDCയെ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ഏരിയ അവരുടെ കയ്യിൽ കൊടുത്താൽ അത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ നാഗേശ്വരൻ പറഞ്ഞ പോലെ ഈ ഒരു മേഖല, ഈ ഒരു ഏരിയയാണ് പ്രൈമായിട്ട് കാണുന്നത്. പക്ഷെ നമ്മൾ കാണാത്തൊരു ഏരിയ മഞ്ചേശ്വരം ഭാഗത്താണ്. നമ്മൾ കാണാത്തത് താജ് ഗ്രൂപ്പ് കണ്ടു, അവർ 2 വില്ല കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ സ്റ്റേജിൽ താജിൻ്റെ ഒരു ചാർട്ടേഡ് ഗ്രൂപ്പിലെ ഒരു ചെയർമാൻ മെമ്പർ പറഞ്ഞപ്പോൾ തന്നെ എന്നെത്തി. അതാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് എവിടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അവർ കാണുന്നുണ്ട്, നമ്മളിത് കാണുന്നില്ല. പിന്നെ ഇതേപോലെ ഈ പുറത്ത് പോകുന്നില്ല എന്നുള്ളത് ഒരു കുറച്ച് മാസം കൊണ്ട് നമ്മളെ
ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇവിടെ വന്നു, MP അവരും ടൂറിസം റിലേറ്റഡ് ആൾക്കാരും. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഇൻവൈറ്റ് കിട്ടിയതാണ് പ്രസന്റ് ചെയ്യാൻ. അപ്പം ഞാൻ അതിൽ ഒന്ന് പ്രസന്റ് ചെയ്തത് അവരിൽ നോർത്ത് ഇന്ത്യൻസും ആണ് പ്രൈമറി ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പ്രസന്റ് ഒരെണ്ണം അവരെ ഹൈലൈറ്റ് ചെയ്തത് എയർ സ്ട്രിപ്പ് പേരിയയിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, അതിൽ നെക്സ്റ്റ് എനിക്ക് പോയില്ല. അപ്പോൾ വെഹിക്കിളും വരുന്നുണ്ട്, അയാൾ ഇതുവരെ പുറത്ത് പോയിട്ടുണ്ടാവില്ല, ആർക്കും അറിയുന്നില്ല. പക്ഷെ അയാൾ ഒരു അറിഞ്ഞില്ല ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഈ വന്ന 25 പേര് മംഗലാപുരത്ത് നിന്ന് ഒരു ടീം വന്നു ഇറങ്ങി, ബാക്കി ടീം വന്നത് കണ്ണൂരിൽ നിന്നാണ്. ഇപ്പൊ ഈ സമയത്ത് റോഡ് എൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പൊ അവർ ശരിക്കും ടയർഡായി ഇവിടെ എത്തുമ്പോൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവരോ അല്ലെങ്കിൽ അവരെ പോലുള്ള ഹൈ നെറ്റ് ഇൻഡിവിജ്വൽ. ഇപ്പോൾ രാജീവ് പ്രതാപ് കൂടി ലാസ്റ്റ് ടൈം നമ്മളൊരു 3 പേരാണ് പോയത്. നമ്മളടുത്ത് ഒരു സജഷൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെ ഡാറ്റാ ബേസ്ഡ് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടാക്കിയിട്ട് ഒന്ന് എന്നെ വന്ന് കാണുന്നതുണ്ട്. ഇപ്പോൾ നാഗേശ്വരനെ കണ്ടുകൊണ്ട് ഒരു സഹായം ചോദിച്ചിട്ടുണ്ട്, അത് ആ ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സെയിം വേ ഇപ്പോൾ നാഗേശ്വരൻ പറഞ്ഞ സജഷൻ, ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാ ആളും പറഞ്ഞ സജഷൻ ക്രോഡീകരിച്ച് ഒരു ഗവൺമെൻറ് ഏജൻസി, ഇതർ നമ്മുടെ DC ഇപ്പോഴത്തെ കളക്ടർ നല്ല പോസിറ്റീവ് മൈൻഡഡ് ആണ്, ഇല്ലേ നമ്മുടെ MPക്കോ ഇത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു എപ്പോഴും നമ്മുടെ കാസർഗോഡിൽ ലാക്കിംഗ് ഉള്ളത് ഒരു നോൺ ഗവൺമെൻറ് ഇവിടെ വന്നിട്ടുള്ളത് പഞ്ചാബിൽ നിന്നും ട്രെയിനിന് റാക്ക് ഉണ്ടാക്കുന്നതാണ്. അത് ഫാക്ടറിയുടെയും ഞാൻ ചോദിച്ചു എവിടെ എത്തിക്കുന്നത്. അപ്പോൾ സ്ഥലം ICF ഫാക്ടറി ചെന്നൈക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അയാൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചെന്നൈ പോയി ഫാക്ടറി ഡയറക്റ്റും. പക്ഷേ ഞാൻ എന്താ റീസൺ DIC മാനേജർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പോയിന്റ്സ് ഇതാണ്. ഒന്ന്, NH66 കണക്ഷൻ വരാൻ പോകുന്നു ഹൈവേ, അതുകൊണ്ട് അവർ കണക്ടിവിറ്റി കാണുന്നുണ്ട്. സീപോർട്ട് എയർപോർട്ട്, മംഗലാപുരം എയർപോർട്ടാണ് അവർ ഉദ്ദേശിച്ചത്, അതിലുള്ള ദൂരം. പിന്നെ ഈ പറഞ്ഞ ലാൻഡ്, പിന്നെ ഒന്ന് ഏത് സമയത്തും ട്രിവാൻഡ്രം മന്ത്രിയെ കാണുമ്പോണ്ടെങ്കിൽ മറ്റേ വന്ദേ ഭാരതിൻ്റെ കണക്ടിവിറ്റി. ഈ പോയിന്റ് നമ്മൾ കാണുന്ന ഒരുപാട് പുറത്തുള്ളവർ, അതായത് നോർത്ത് ഇന്ത്യൻസ് കണ്ടു കഴിഞ്ഞു ഈ വാല്യൂ. അപ്പോൾ ഇതേപോലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തിരിച്ച് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്കിലും ടൂറിസം മേഖലയിലേക്ക് വരുന്നു. ഇപ്പോൾ ഹൈ എൻഡ് ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ നിങ്ങളാരും മെമ്പർ പറഞ്ഞ പോലെ ഒരു ഇടത്തരം ടൂറിസ്റ്റുകൾക്കും വേണ്ട ഫെസിലിറ്റീസ് കുറവാണ്. പക്ഷേ ഉള്ളത് നമുക്ക് ബേക്കൽ പാലസ് എന്നൊരു ഹോട്ടലുണ്ട്, ബേക്കൽ പാലസ് ഈ ഭാഗത്തുണ്ട്. അത് കർണാടക ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റാണ്. അവർ ബേക്കലും വരുന്നത്, പക്ഷെ ബേക്കൽ ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യാൻ പറ്റാത്തവരെല്ലാം ഇവിടെ വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇടത്തരം ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ടൂറിസ്റ്റുകളുണ്ട്, പക്ഷെ അത് നമ്മൾ കാണാത്തതുകൊണ്ടാണ്. എഗെയിൻ ലെൻസ്വേറ്റിനെ പോലുള്ളവർക്ക് ഡയറക്റ്റ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിന് സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതും നിങ്ങൾ ഈ പോലെ DCയോ MLA MP കാണുമ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഈ DIC മാനേജർ സജിത് കുമാറാണ്, നാട്ടുകാരനാണ്, നല്ല പോസിറ്റീവായിട്ട് തിങ്കിങ് ഉള്ളതാണ്. അവരടുത്തെല്ലാം ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുമ്പോൾ ടൂറിസം റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാൻ നിങ്ങൾക്കും സജഷൻ കൊടുക്കാം. ഹെറിറ്റേജ് ഇടനാഴി എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് 1947 ഇതിൽ പങ്കെടുത്ത ആൾക്കാരുടെ വീടുകളോ അല്ല ലൊക്കേഷൻസോ എന്തോ വെച്ച് ഒരു ഇടനാഴി പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു പ്രൊജക്റ്റ് BRDCക്ക് അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ തന്നെ കാസർഗോഡ് വരുന്നതൊക്കെ ബീച്ച് തന്നെ കാണുന്നത്, അത് കഴിഞ്ഞ് എന്താ കാണണ്ടേ, പുറത്ത് എവിടെയാണ് പോകണ്ടേ എന്നുള്ളൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ കിട്ടും. ദാറ്റ്സ് ഓൾ. താങ്ക് യു. നാഷണൽ എയർപോർട്ട് വഴി കൺസൾട്ടൻസി സർവീസ് വഴി ആ സ്ഥലം അനുയോജ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് അവരൊരു എക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി അത് നമ്മൾ ഗവൺമെൻറ്റിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്കണോമിക് വയബിലിറ്റിയാണ് ഇവിടെ പ്രശ്നം. എത്ര ഫ്ലൈറ്റ്സ് ഇറക്കാൻ പറ്റും, എത്ര അതിൽ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ 2021 ശേഷം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉഡാൻ സ്കീം തുടങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും ഗവൺമെൻറ്റിലേക്ക് ആ പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴ് ഗവൺമെൻറ് അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് തീരുമാനിക്കണം. അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് വഴിയാണോ ചെയ്യേണ്ടത്, അല്ല ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ. അതിനുള്ളൊരു ഹൈ ലെവൽ മീറ്റിംഗ് അടുത്ത് തന്നെ ഗവൺമെൻറ് വെക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് ഒരു വലിയ പ്രതീക്ഷ ആ കാര്യത്തിൽ ഉണ്ട്. സംശയം ചോദിക്കാനുള്ളത്, നമുക്ക് എന്തുകൊണ്ട് തെയ്യം, അതായത് ജനുവരി മുതൽ മാർച്ച്, ഏപ്രിൽ, മെയ് വരെ നീണ്ടു നിൽക്കുന്ന തെയ്യം നമുക്ക് ടൂറിസത്തിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിക്കൂടെ? അതുപോലെ തന്നെ നമ്മൾ 100ൽ കൂടുതൽ തെയ്യങ്ങൾ ഉള്ള നാടാണ് നമ്മുടെ കാഞ്ഞങ്ങാട്, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല. തെയ്യങ്ങളുടെ നാട്, കോട്ടകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ തെയ്യം ഒരു ടൂറിസം
പ്രവർത്തനത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? അതാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. പിന്നെ നമ്മൾ എല്ലാവരും തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. പൂരം കേവലം 2-3 ദിവസങ്ങളിലുള്ള പൂരത്തിന് നമ്മൾ കാസർഗോഡ് നിന്ന് പോകാറുണ്ട്. കൽപ്പാത്തി രഥോത്സവം, അതുപോലെ തന്നെ നെന്മാറ വേല, ഉത്രാളിക്കാവ് പൂരം, ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളിലേക്കും പല ജില്ലയിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലേക്ക് ഇതുവഴി എത്തിച്ചുകൂടാം. ഇങ്ങനെയുള്ള കൂടുതൽ ആൾക്കാരുകൾ വന്നു കഴിഞ്ഞാൽ തദ്ദേശീയമായിട്ടുള്ള ആൾക്കാരിലേക്കുള്ള റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു എയർ സ്ട്രിപ്പ്, അതുപോലെ തന്നെ എയർ സ്ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ, കാണിയൂർ റെയിൽപാത കുറെ കാലങ്ങളായിട്ട് പേപ്പറുകളിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത, ആ റെയിൽപാത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ടൂറിസം വളരെയേറെ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഊന്നൽ നൽകുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിഡ്ലാൻഡിലുള്ള നമുക്ക് കുറെ ഏറെ ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഈ ഒരു സെമിനാറിൽ എൻ്റെ ഒരു പ്രപ്പോസലായിട്ട് വെക്കാനുള്ളത്. കൂടുതൽ നിങ്ങളുടെ നിന്ന് ഇതിനുള്ള മറുപടികൾ പ്രതീക്ഷിച്ചു നിർത്തുന്നു. ഇൻഫർമേഷൻ കൊടുക്കാറും ഉണ്ട്. വാർഡ് മെമ്പർമാർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ നീലേശ്വരത്താണ് താമസം. എൻ്റെ വീടിനടുത്തൊരു നല്ലൊരു കലാകാരൻ, ഒരു ശില്പിയുണ്ട്. തെയ്യം നിർമ്മിക്കുന്ന ഒരു യുവാവാണ്. തെയ്യം ഒറിജിനൽ കണ്ടു കഴിഞ്ഞാൽ തെയ്യാണോ അത് ശില്പമാണോ എന്ന് കണ്ടാൽ മനസ്സിലാവില്ല. കാരണം അങ്ങനെയുള്ള കഴിവില്ല ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും പുറം ലോകത്ത് ആരും അറിയപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അധികാരികൾക്ക് ഇവരെ പരിചയപ്പെടുത്താനോ അങ്ങനെ സംവിധാനമോ കാര്യക്കാർ അവർക്കതൊരു ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊണ്ടാൽ അവർക്കതൊരു വരുമാന മാർഗം ഒക്കെ ആവും. അതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരികൾക്ക് അതിൻ്റെ അധികാരം ഉണ്ടോ എന്നാണ് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നിലവിലുള്ള ടൂറിസം, ഇപ്പൊ നമ്മുടെ കാസർഗോഡ് ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ ആ ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു ബേക്കൽ ഫോർട്ടായി, റാണിപൂരായി, അല്ലെങ്കിൽ ഹൗസ് ബോട്ടായി. പക്ഷെ ഈ ഇത്തരം സ്പോട്ടുകൾ അത് വളരെ കാര്യക്ഷമമായിട്ട് അത് ഒട്ടേറെ ലക്ഷങ്ങൾ കോടികൾ ചെലവഴിക്കുന്നുണ്ട്. സർക്കാർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അത് ഉയരുന്നുണ്ടോ? ഉദാഹരണത്തിന് പറയാം, നമ്മൾ ഇപ്പൊ ബേക്കൽ ഫോർട്ടിൽ ലൈറ്റ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞ സംവിധാനം എത്രയോ ലക്ഷങ്ങൾ ചെലവ്. അതുപോലെ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലൊക്കെ ഒരുപാട് പണം ചെലവഴിച്ച് നിർമ്മിച്ചു. എന്നിട്ടോ അത്രയ്ക്ക് ആൾക്കാരെ നമ്മുടെ ടൂറിസ്റ്റേഴ്സിനെ നമ്മുടെ ഇവിടെ എത്തിക്കാൻ ഈ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അതിന്റെ അധികാരികളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഭൗതിക സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തി അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ അധികാരികൾക്ക് പറ്റുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ചുള്ളിത്തട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അത് സീസണിലാണ് എങ്കിൽ കൂടി അത്തരം വാട്ടർഫോൾസ് ഒക്കെ നമുക്കത് പുറം ലോകത്തേക്ക് എത്തിക്കാൻ നമ്മുടെ DTPC അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ കോട്ടപ്പുറത്തൊരു ജെട്ടി, ബോട്ട് ജെട്ടി ഉണ്ട്. അങ്ങനെയുള്ള പൊൻകയം നമുക്കതൊരു ടൂറിസം രംഗത്ത് ഉപയോഗപ്പെടുത്തിക്കൂടാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, എല്ലാ വികസനത്തിനും കാര്യക്കാരെന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ടൂറിസം വകുപ്പ് അതിന്റെ മാസ്റ്റർ ഏജൻസി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. യഥാർത്ഥത്തിൽ ആർക്കും ഒരു പദ്ധതി സർക്കാരിലേക്ക് കൊടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിന്റെ ഒരു ഏജൻസിയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. ഈ കൗൺസിൽ മുഖേന അതിലേക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ജില്ലയിലുള്ള ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അവരവർക്കുള്ള പ്രോജക്റ്റ് ഈ കമ്മിറ്റി വഴി ടൂറിസം കൗൺസിലിലേക്ക് എത്തിക്കാം ആദ്യം. അപ്പൊ അതിന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ MLA മാരുണ്ട്, MP ഉണ്ട്, അതുപോലെ തന്നെ ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ട്.
ഇപ്പൊ ഇവര് ഈ DTPCയുടെ ആ ലൊക്കേഷന് ഐഡന്റിഫൈ ചെയ്ത ശേഷം അതെന്ത് ചെയ്യണം, ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള DTPCയിലേക്ക് പ്രപ്പോസ് ചെയ്യുക. DTPCയുടെ കമ്മിറ്റി യോഗം ചേർന്നിട്ട്, അതായത് കൗൺസിൽ യോഗം ചേർന്നിട്ട് ഇതിനെ അംഗീകരിക്കുകയും അതിന് പിന്നെ ഗവേണിംഗ് ബോഡിയുടെ അംഗീകാരത്തോടു കൂടി സർക്കാരിലേക്ക് നൽകുകയുമാണ് ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്. കാരണം നേരിട്ടിട്ട് ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനും അങ്ങനെ ടൂറിസം വകുപ്പ് എന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ കാര്യങ്ങളില്ല. അതിനാണ് ടൂറിസം വകുപ്പുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതാത് തദ്ദേശ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാർഡ് മെമ്പറോട് പറയുക, അല്ലെങ്കിൽ വാർഡ് മെമ്പറിലൂടെ നിങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയോ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അറിയിക്കുക. അങ്ങനെ അത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മുമ്പാകെ എത്തിക്കുകയാണെങ്കിൽ അത് സർക്കാരിലേക്കും ടൂറിസം വകുപ്പിലേക്കും പ്രപ്പോസലായിട്ട് പോകും. പ്രധാനപ്പെട്ട ഒരു സംഭവം ബേക്കൽ ഫോർട്ടിനകത്തുള്ള ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കാര്യമാണ്. അതിപ്പോഴും നിശ്ചലമായിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ബേക്കൽ ഫോർട്ടിന്റെ അധീനതയിലുള്ള പ്രദേശം എന്ന് പറയുന്നത് അത് BRTCയുടെ കീഴിലുള്ള ഒരു പ്രദേശം കൂടിയാണ്. DTPC ആയിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അത് എങ്ങനെയാണ് തകർന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ DTPC സെക്രട്ടറി ആയ സമയത്താണ് ഇതിന്റെ DPR സമർപ്പിക്കുകയും അതിന് 5 കോടി രൂപ കേരള സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നത്. അത് തുടങ്ങി വെച്ചിട്ട് പോകുമ്പോഴേക്ക് എൻ്റെ പ്രവർത്തന കാലാവധി 2012 മുതൽ 16 വരെയായിരുന്നു, ഓഗസ്റ്റ് വരെ. എൻ്റെ കാലാവധി കഴിഞ്ഞ് ഞാനത് പോയി. ശേഷമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും അക്കാര്യത്തിൽ ഒരു ലളിതമായ ഒരു ഉത്തരം നൽകുന്നതിനായിട്ട് ഇവിടെയുള്ള മറുപടി പറയാം. പഞ്ചായത്ത് എന്നുള്ള പ്രൊജക്റ്റ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തിനും ഓരോ പ്രൊജക്റ്റ് ഗവൺമെൻറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. അതിന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടിങ്ങും ഉണ്ടാവും. ആ കൺസേൺഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂടി അതിൽ പങ്കാളിയാവണം. ത്രൂ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ജില്ലാ ഓഫീസ് കാസർഗോഡുണ്ട്, അവർ വഴിയാണ് സമർപ്പിക്കേണ്ടത്. അതിന് വളരെ വിഷമത്തോടു കൂടി ഞാൻ ഇപ്പോൾ ഇത് ചെയ്യാം. ഇപ്പോൾ ഒരു മാസം മുമ്പാണ് നമ്മൾ പ്ലാൻ കാസർഗോഡിൻ്റെ ഒരു പദ്ധതി സമർപ്പിക്കാൻ വേണ്ടി എല്ലാ പഞ്ചായത്തുകൾക്കും കത്ത് മുനിസിപ്പാലിറ്റിക്ക് അടക്കം എഴുതി 40 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കത്തെഴുതി. കേവലം 4 പഞ്ചായത്തിൽ നിന്ന് മാത്രമാണ് മറുപടി കിട്ടിയത്. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏത്? നിങ്ങളെ പഞ്ചായത്തിൽ പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ? ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അതിനായി തരണം എന്ന് പറഞ്ഞതിന് ഈ 40 സ്ഥലത്തേക്ക് നമ്മൾ മെയിൽ അയച്ച് അവരെ വിളിച്ച് സൂം മീറ്റിംഗ് കൂടിയിട്ട് അവസാനം നമുക്ക് മീൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഞാൻ ആ കമ്മിറ്റിയിലുള്ളത് കൊണ്ട് പറയാണ്, കേവലം 4 പഞ്ചായത്തിൽ നിന്ന് മാത്രമാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അതിപ്പോൾ താൽക്കാലികമായിട്ട് നിലച്ചിരിക്കുകയാണ്. അത് റിവൈവ് ചെയ്യാൻ വേണ്ടി ഡയറക്ടർ തലത്തിൽ തന്നെ യോഗം ചേർന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് റിവൈവ് ചെയ്യുന്നതാണ്. ചില ടെക്നിക്കൽ റീസൺസ് ആണ്. ഈ ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഫോർട്ടാണ്. അപ്പോൾ അവരുടെ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് അതിന് അനുമതി തേടേണ്ടതുണ്ട്. അതിപ്പോൾ ചെറിയ ടെക്നിക്കൽ റീസൺസ്, അവിടെ ഒരു റിനോവേഷനൊക്കെ വരുമ്പോൾ വന്ന ചെറിയ ഇഷ്യൂകൾ നിന്നിരിക്കുകയാണ്. അതേതായാലും റിവൈവ് ചെയ്യാൻ വേണ്ടി ഡയറക്ടർ തലത്തിൽ തന്നെ ഒരു യോഗം ചേർന്ന് കഴിഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറ്റുന്നല്ലാണ്ട് ഇതിന് വേറൊന്നും പറയാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് അത്രയും ഒരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലത്തിന് ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഒരു കോമ്പൗണ്ടാണ്, സ്പോർട്സ് കോംപ്ലക്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമ്മളെ ഈ നിർമ്മിക്കുന്ന സമയത്ത് ഈ ഇടയിൽ നമ്മുടെ ഹോസ്റ്റൽ കോട്ടയുടെ ഒരു ഭാഗം ഇത് പൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീബിൽഡ് ചെയ്തത് നമ്മൾ സാധാരണ കല്ല് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു അത് ടിപ്പിക്കലായിട്ട് സൈസ് ഉണ്ട് കല്ലിന്. അപ്പോൾ അങ്ങനെയുള്ള നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ യാതൊരു തരത്തിലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ ഒരുപാട് സർക്കാരിൻ്റെ സൈറ്റുണ്ട്. അപ്പോൾ ആ സൈറ്റിൽ നമുക്ക് ഇതിപ്പോൾ ഇത്രയും നമ്മൾ IT മേഖല ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പം നമ്മൾ
ഒരു കലണ്ടർ ഉണ്ടെന്ന് സാർ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ, ഇവന്റ് കലണ്ടർ. അപ്പോൾ നമ്മൾ ആ കലണ്ടറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാസർഗോഡ് ഡിസംബർ 25 30. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മൊത്തം പേയ്മെൻറ്റ്സ് വരണം. അപ്പോൾ നമുക്ക് അന്നത്തെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അത് ശുചീകരണത്തിന് വേണ്ടിയിട്ട് തൊഴിലാളികളെ ടൂറിസം വകുപ്പ് പണ്ടേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അത് നടന്നുകൊണ്ട് വരുന്നുമുണ്ട്. പിന്നെ നമ്മുടെ ADM ആയിട്ടുണ്ടായിരുന്ന ദിനേഷ് സാറ് ആ സമയത്ത് മുൻകൈ എടുത്തിട്ടാണ് ആ കോട്ടയിലും ഹോസ്ദുർഗ് കോട്ടയിലും ശുചീകരണത്തിന് വേണ്ടി 3 തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്നത് DTPC വഴി. പിന്നീട് ഈ പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ചാൽ DTPCക്കുള്ള റോള് എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് ഓഫീസ് അടച്ചിട്ട് ജീവനക്കാരെല്ലാം പോകും. വൈകുന്നേരത്തിന് ശേഷം ആ കോട്ട കാത്തു സൂക്ഷിക്കാൻ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പറ്റില്ല. കാരണം തൊട്ടടുത്തുള്ള തന്നെ മദ്യശാലയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മൂല കിട്ടിയാൽ അവിടെ 2 ബിയർ കുപ്പി എറിയുക എന്നുള്ളതാണ് നമ്മളൊരു സംസ്കാരത്തിൻ്റെ ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതും അവിടെ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കോട്ട സംരക്ഷിക്കുന്ന ടൂറിസം വകുപ്പല്ല യഥാർത്ഥത്തിൽ. അത് തൃശ്ശൂർ അല്ലേ പ്രസാദ്? ASI ആണ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുകൂടാതെ തൃശ്ശൂരിലുള്ള സ്റ്റേറ്റ് ഫോർട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ്. അപ്പോൾ അവരുടെ കൂടി സഹകരണമില്ല എന്നുണ്ടെങ്കിൽ ഈ കോട്ടയുടെ കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പിന്നെ ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞാൽ കാര്യമായ ഒരു കോട്ടയായതുകൊണ്ട് സെൻട്രൽ ആർക്കിയോളജി സർവേയുടെ കീഴിലായത് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലായതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉള്ള സന്ദേഹം വളരെ കറക്റ്റാണ്. അതൊരു സന്ദേശമായി തന്നെ നിൽക്കട്ടെ. അത് കഴിയുന്നെങ്കിൽ ജില്ലാ കളക്ടർക്ക് നിങ്ങളൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ജില്ലാ കളക്ടർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതേ ഉള്ളൂ. നമുക്കതിൽ ഡയറക്റ്റ് ഇടപെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ആർക്കിയോളജിക്കൽ മോണ്യുമെൻ്റ് ആയതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് നല്ലൊരു ഇതാണ്, ഐറ്റിനറി ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ തന്നെ സാമ്പിൾ ഐറ്റിനറീസ് ഉണ്ട്, നമുക്ക് തന്നെ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതല്ലാതെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. തെയ്യം കലണ്ടേഴ്സും ഇതൊക്കെ. തെയ്യത്തിൽ കലണ്ടേഴ്സിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാള മാസത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് തെയ്യം കലണ്ടേഴ്സ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് കിട്ടുന്നത്. കാരണം എക്സാക്ട് ഡേറ്റ്സ് നമുക്കില്ല, മലയാള മാസം മാറി മാറി വരുന്നതുകൊണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഏകദേശം എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് തന്നെ പലപ്പോഴും പല ടൂറിസ്റ്റുകളും മെയിൽ അയക്കാറുണ്ട് ഏത് ദിവസം നമുക്ക് തെയ്യം കാണാൻ പറ്റുന്നുള്ളത്. നമ്മളതിന് റിപ്ലൈ കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാസർഗോഡ് കാനത്തൂർ നാൽവർ അമ്പലത്തിലുള്ള തെയ്യമാണ്. കുറേ വിദേശികളൊക്കെ കാലാകാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. മറ്റൊന്ന് നമുക്കറിയാം, ഉദുമയിലാണ് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉദുമയിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഇൻഫർമേഷൻ എങ്ങനെയാണ്? ഒരു ഫോറിനേഴ്സ് വന്നാൽ അവർക്ക് എന്തെങ്കിലും അവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കാസർഗോഡ് കാഞ്ഞങ്ങാടോ അങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിലേക്ക് നിങ്ങൾ നിർദ്ദേശം നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെയുള്ള സുന്ദരങ്ങളൊക്കെ അവർ മേടിക്കുവാനുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഈ വരുന്ന ടൂറിസ്റ്റുകളെ അവിടെയുള്ള ജനങ്ങൾക്കും അവിടെയുള്ള മറ്റുള്ള കച്ചവടക്കാർക്കും ഉപയോഗപ്രദമാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അവിടെ വന്നു ഇന്നോവയിൽ തിരിച്ചു പോകുന്നു, എയർപോർട്ടിൽ പോകുന്നു, ആ റിസോർട്ടിൽ നിൽക്കുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ, ശംഖുമുഖം കടപ്പുറം പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഫുൾ ഇവർ നടക്കുന്നതായിട്ട് കാണാം. അതിപ്പം കൊല്ലത്താണെങ്കിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കാസർഗോഡ് എന്തുകൊണ്ട് ഇത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മൂടി വെച്ച ഒരു ടൂറിസമാണോ നമ്മൾ ഉദ്ദേശിച്ചത് എന്നുകൂടി അറിയാൻ ആഗ്രഹിക്കും. രണ്ടാമത്തെ ഭാഗം പ്രസാദ് പൂർത്തീകരിക്കും. ഒന്നാമത്തെ ഭാഗത്തുള്ള കാര്യം ഞാൻ പറയാം. രണ്ടാമത്തെ ഭാഗം ഏകദേശം ബേക്കലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് BRDCയുടെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പ്രസാദ് തന്നെ ക്ലിയർ ആക്കും. ഈ ആദ്യം പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു ഭാഗം കൂടി തന്നെയാണ്. അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഒരു പ്രോജക്റ്റ് വരുമ്പോൾ എങ്ങനെ നമ്മൾ ടൂറിസം വകുപ്പിന് അക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യമാണ്. വളരെ കൃത്യമായ ചോദ്യമാണ്. അപ്പം അതിന് സിമ്പിളായ മറുപടി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ പൊതുജനം എന്ന് പറയുന്ന രീതിയിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ ആർക്കും ഒരു പ്രോജക്റ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട് ആസ് എ സിറ്റിസൺ.
നിങ്ങൾക്കുള്ള ഒരു പൊതു എന്താണ് നമ്മൾ പറയുന്നത്, സിറ്റിസൺ ഉണ്ടല്ലോ, പ്രജ എന്ന് പറയുന്ന ആൾക്കുള്ള അധികാരം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉദാഹരണം വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾ കൊടുക്കുന്ന ചോദ്യത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും നിങ്ങൾക്ക് മറുപടി നൽകണമെന്നുള്ള ഒരു വലിയ സെക്ഷനാണ്. നിങ്ങൾ രാജാവിൻ്റെ കാലത്ത് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ തല കാണൂല. ഈ നിയമം മുമ്പിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാനും ശ്രമിച്ചാലും. പക്ഷെ ഇപ്പോ ഇന്ത്യക്കാരനായ, അതായത് ജന്മം കൊണ്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഏതൊരാൾക്കും, വിദേശിക്ക് പറ്റില്ല, ഇന്ത്യൻ സിറ്റിസണായ ഏതൊരാൾക്കും വിവരാവകാശ നിയമപ്രകാരം എന്ത് ചോദ്യവും എപ്പോ വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു നിയമമാണ് RTI Act 2005. റിസോർട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൾക്കാർ വരുന്ന റിലാക്സിങ്ങിനാണ്. അവർ കൂടുതൽ സമയവും റിസോർട്ടിലാണ് ചെലവഴിക്കുന്നത്. അവിടുത്തെ സ്പാ അല്ലെങ്കിൽ അവിടെയുള്ള ഇൻറ്റേർണൽ ഫെസിലിറ്റി എൻജോയ് ചെയ്യാനാണ് റിസോർട്ടുള്ളത്. അതുകൊണ്ടാണ് റിസോർട്ട്. മറ്റത് ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഇപ്പോൾ ഈ 3 5 സ്റ്റാർ റിസോർട്ടുകൾ ഉണ്ടെങ്കിലും അവിടെ താമസിക്കുന്നത് അറൗണ്ട് 90% തദ്ദേശീയരാണ്, വിദേശികളല്ല. തദ്ദേശീയരും റിസോർട്ടിൽ വരുമ്പോൾ നല്ലൊരു തുക കൊടുത്തിട്ടാണ് അവർ ആ റിസോർട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഓട്ടപ്രദക്ഷിണമായിരിക്കും. ബാംഗ്ലൂർ പോയാൽ ബാംഗ്ലൂർ എന്തൊക്കെ കാണാനുണ്ട്, ഒരു 12 മണിക്കൂർ 13 മണിക്കൂർ നമ്മൾ ഹോട്ടലിൽ നിന്ന് മാറി നിന്ന് ഓട്ടമായിരിക്കും ടാക്സി പിടിച്ച്. അവസാനം നമ്മൾ വന്ന് ബെഡ്റൂമിലെത്തി കിടന്ന് രാവിലെ ആകുമ്പോൾ വീണ്ടും ഓട്ടപ്രദക്ഷിണം. പക്ഷെ റിസോർട്ടിൽ താമസിക്കുന്നവരങ്ങനെയല്ല. ഒരു ദിവസത്തേക്ക് 35,000 to 50,000 അല്ലെങ്കിൽ 1 lakh കൊടുത്ത് താമസിക്കുന്ന ആള് ഒരിക്കലും പിന്നെ ബേക്കൽ ഫോർട്ട് അവിടെ വെയിലത്തൊന്നും പോയി ഇത് ചെയ്തില്ല. റിലാക്സ്ഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ റൂമിൽ തന്നെ അധിക സമയം, പിന്നെ സ്പായിൽ പോവും, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ വൈകുന്നേരം കുറച്ച് സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് ആ റിസോർട്ടിന്റെ മുമ്പിൽ തന്നെയുള്ള ബീച്ച്, അത് പിന്നെ അധികം ക്രൗഡഡ് അല്ലാത്ത ബീച്ചിൽ അങ്ങനെയുണ്ട്. വല്ലപ്പോഴും എവിടെയെങ്കിലും കാണാനുണ്ടോ എന്ന് പറഞ്ഞ് ബേക്കൽ ഫോർട്ട് അല്ലെങ്കിൽ ബേക്കൽ ബീച്ചിലേക്ക് പോലും വരുന്നത് കുറവാണ്. ബേക്കൽ ഫോർട്ടിൽ ചിലപ്പം ഒരു ഹിസ്റ്റോറിക്കൽ ഇതുള്ളത് കൊണ്ട് അവിടെ പോകാറുണ്ട്. രണ്ടാമത്തത് അതാണ് പിന്നെ വ്യത്യാസം. രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, പിന്നെ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിൽ വരുന്ന 1% അത്ര മാത്രമേ വിദേശ ടൂറിസ്റ്റുകളുള്ളൂ. ബാക്കി എല്ലാം തദ്ദേശീയരാണ്, ഇന്ത്യക്കാരായ അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. രണ്ടാമത്തെ കാര്യം മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. മാർക്കറ്റ് ഇപ്പോൾ പിന്നെ റിസോർട്ടിൽ അവർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാസർഗോഡും കാഞ്ഞങ്ങാടും നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവർ ഏറ്റവും അടുത്ത മാർക്കറ്റാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഉദുമ, പാലക്കുന്ന് ഈ സ്ഥലങ്ങളിൽ നിന്നാണ് അവർ സാധാരണഗതിയിൽ പിന്നെ സ്പൈസസ് ഇതൊക്കെ വാങ്ങുന്ന ചില പെർട്ടിക്കുലർ ഷോപ്സ് ഉണ്ട്. പിന്നെ ഈ സാരീസ് ഇത് വാങ്ങാൻ വേണ്ടി കാസർഗോഡ് സാരീസ്, അതിനുവേണ്ടി അവരവിടെ കാസർഗോഡ് സാരീസിൻ്റെ ഷോറൂം കളക്ടറേറ്റിൻ്റെ അടുത്തുള്ള അവിടെ പോവാറുണ്ട്. അത് മാത്രമല്ല ഇപ്പം നമ്മൾ തുടങ്ങിയ ഗേറ്റ് വേ ബേക്കലിൽ കാസർഗോഡ് സാരീസ് അവിടെ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന അതിനുള്ള ഒരു ഫെസിലിറ്റീസും കൂടി അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ തന്നെ സുവനീർ ഷോപ്പ് അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് കൂടുതലുമായിട്ട് വാങ്ങുന്നത്. ലോക്കലി നല്ല ഷോപ്സ് ക്വാളിറ്റി വൈസ് അവൈലബിൾ ആണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവർ വാങ്ങാൻ തയ്യാറാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ റെസ്പോൺസിബിൾ ടൂറിസം മോഡൽ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അതായത് എഷ്യേർഡ് ക്വാളിറ്റി, എഷ്യേർഡ് ക്വാണ്ടിറ്റി, അത് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ലോക്കലി വാങ്ങിയിട്ടാണ് ഇവർ പോകുന്നത്. അല്ലാതെ അത് സേവ് ചെയ്യാനുള്ള ഒരു എഫേർട്ടും കാണിക്കുന്നതായി കാണുന്നില്ല. അപ്പം നമ്മൾ എഞ്ചിനീയേഴ്സാണ്, നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റേഷൻ നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് സർക്കാരിൻ്റെ വക അല്ലെങ്കിൽ BRDC എന്താ ചെയ്യാൻ പറ്റുക, ടൂറിസ്റ്റ് മേഖലയായിട്ട് ഇനിയും ആ ഒരു പോർഷൻ, ആ ഒരു പോസിറ്റീവ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണിക്കണം. അതേപോലെ തന്നെ തെയ്യത്തിനെ കുറിച്ച് സാറ് സൂചിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മൾ യക്ഷഗാനം കൂടിയുണ്ട്. യക്ഷഗാനം എന്ന് പറയുമ്പോൾ നമ്മൾ കാസർഗോഡിലൊരു ഫേമസ്, അത് മംഗലാപുരത്തുണ്ട്, കാസർഗോഡിലുണ്ട്. അത് സിരിബാഗിൽ വെങ്കപ്പയ്യ സ്ഥാപനം എന്ന് പറഞ്ഞിട്ടൊരു
സ്ഥാപനം. അത് യക്ഷഗാനത്തിൻ്റെ പല രൂപങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അവിടെ. അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം മറ്റുള്ള ആൾക്കാർക്കും, ഫോറിനായിട്ടുള്ള ആൾക്കാർക്കും കുറേ ആൾക്കാർ വരുന്നുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും സൂചിപ്പിക്കുകയാണ്. പപ്പറ്റ് ഷോ കൂടി, യക്ഷഗാനത്തിൻ്റെ പപ്പറ്റ് ഷോ കൂടി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു അറിവ് സർക്കാരിൻ്റെ വക അത് കാണിക്കണമെങ്കിൽ ഞാൻ. ഈ പൊസടികുമ്പ എന്ന് പറയുന്നത് എന്താ പേര്? ദിവ്യ. യു ആർ ഫ്രം പൊസടികുമ്പ്. ഓക്കെ, ഫൈൻ. എന്തായാലും ആ കുട്ടി വളരെ കൃത്യമായിട്ട് കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെയുള്ള ആ ഒരു മീറ്റർ ഉണ്ട്, പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ട്രിഗ്നോമെട്രിക്. അത് സാമൂഹിക ദ്രോഹികളെ നശിപ്പിച്ചിട്ട് വീണ്ടും അത് കളക്ടർ അതിന് മുൻകൈ എടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പൊസടികുമ്പയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡി സജിത് കുമാർ സാറ് ജില്ലാ കളക്ടറായിട്ടുണ്ടാകുമ്പോൾ ആണ് പൊസടികുമ്പയ്ക്ക് ഏറ്റവും കാര്യമായ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുമ്പോട്ട് ഇറങ്ങിയ ഒരു ജില്ലാ കളക്ടർ. ഞാൻ DDPC സെക്രട്ടറി ആയിട്ടുള്ള സമയത്ത് അന്നത്തെ മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള സ്ഥലമൊന്നും ഇല്ല, കാര്യമായിട്ട് എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കാര്യമായ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല. പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ തന്നെയാണ്, പക്ഷെ അതിനുള്ള പുരോഗമനപരമായ നടപടികൾ ജില്ലാ ടൂറിസം വകുപ്പ് മുഖേന കാസർഗോഡ് ജില്ലാ കളക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചിട്ട് പുരോഗമിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ തന്നെ മറ്റൊരു ഉപവിഭാഗമായ ചോദ്യമായിരുന്നു യക്ഷഗാനവുമായി ബന്ധപ്പെട്ട കാര്യം. യക്ഷഗാനയുടെ കാര്യത്തിൽ ആ കെട്ടിടം പോലും പൂർത്തിയായിട്ടില്ല. കാരണം അതിന് ടൂറിസം വകുപ്പല്ല ബന്ധപ്പെട്ടിട്ടുള്ളത്, അത് യക്ഷഗാന അക്കാദമിയാണ്. യക്ഷഗാന അക്കാദമിയുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവർ ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് യക്ഷഗാന അക്കാദമിയുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, പൂർത്തി ആക്കേണ്ടതാണ്. അതേസമയം ഈ യക്ഷഗാനവുമായി ബന്ധപ്പെട്ട പപ്പറ്റ് ഷോ എന്നുള്ള പരിപാടി അത് കാസർഗോഡ് പുലിക്കുന്നില് ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഇപ്പോഴും പപ്പറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പപ്പറ്റ് ഷോക്ക് ടൂറിസം വകുപ്പ് എല്ലാവിധത്തിലുള്ള സഹകരണവും വളരെ മുമ്പേ നൽകി വരുന്നുണ്ട്. ഓണാഘോഷകാലത്തൊക്കെ നമ്മൾ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലൊന്ന് പപ്പറ്റ് ഷോ ആയിട്ട് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ പ്രൊഫസർ ശ്രീനാഥ് സാറാണ് ആ കാര്യത്തിൽ മുമ്പോട്ട് വന്നിരുന്നത്. അതുകൊണ്ട് പപ്പറ്റ് ഷോ ഒരു പ്രത്യേക മ്യൂസിയത്തിൽ തന്നെ ഇപ്പോൾ പുലിക്കുന്നിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ദിവ്യക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനു പോലും നമ്മളെ ടൂറിസം വകുപ്പിന്റെ സൈറ്റിൽ പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. BRDCയുടെ MD ആയിരിക്കുന്ന സമയത്ത് പൊസടികുമ്പയ്ക്ക് വേണ്ടി ഒരു പ്രൊജക്ട് സമർപ്പിക്കുകയും ആ പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിരുന്നു, പക്ഷേ ഫിനാൻഷ്യൽ സാങ്ഷൻ ഉണ്ടായില്ല. ആ ട്രിഗ്നോമെട്രിയുടെ നമ്മളെ അതിന് വേണ്ട ട്രിഗ്നോമെട്രിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ചെയ്തു. ഏകദേശം 1.5 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കി. അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ അവിടെ ലോക്കൽ മാൻ പവർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. പക്ഷേ ഇന്നത് മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നേരിട്ട് അവിടെ പോയി ചെല്ലാനോ ഇത് ചെയ്യാനോ മാനേജ്മെൻറ്റ് ചെയ്യാനോ നമുക്ക് നിവൃത്തിയില്ല. പക്ഷേ ഇപ്പോൾ പ്രൊജക്റ്റ് നേരത്തെ നമുക്ക് ലാൻഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ലാൻഡ് DTPCക്ക് കൈമാറിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിനാണ് DTPC കൈമാറിയിട്ടുണ്ട്. വീണ്ടും ആ പ്രൊജക്റ്റ് റിവൈവ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് റിവൈവ് ചെയ്ത് നടപ്പിലാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും നമ്മൾ ആ ഗ്രാൻഡ് ട്രിഗ്നോമെട്രിക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാം നിങ്ങൾ ചെയ്തിരുന്നു. എൻ്റെ അടുത്ത് ഇപ്പോഴും നശിപ്പിച്ച ഫോട്ടോവും നല്ല രീതിയിലുള്ള ഫോട്ടോ രണ്ടും അവൈലബിൾ ആണ്. ചാനലിൽ നമ്മുടെ ഗോപാലകൃഷ്ണ ബൊമ്മയാട്ടയുടേത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് BRDCയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കിയാൽ അതിൽ അവൈലബിൾ ആണ്. നമ്മൾ കാസർഗോഡാണ് യക്ഷഗാനയുടെ ആവിർഭാവം ഉണ്ടായത്, പാർത്തി സുബ്ബയ്യ. അതുകൊണ്ട് തീർച്ചയായിട്ടും യക്ഷഗാനയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ. ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഈ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി അമൃത് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ചില ജില്ലകളിൽ, ചില മുനിസിപ്പാലിറ്റി, ചില കോർപ്പറേഷനുകളൊക്കെ ചില പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ശരിക്കും ബിൽഡിംഗ് റൂളിൽ തന്നെ ചില അമെൻമെൻറ്റുകളുണ്ട്. ആ അമെൻമെൻറ്റുകൾ ചിലപ്പോൾ ആ ടൂറിസം ഡെവലപ്മെൻറ്റിന് വിഘാതമായി നിൽക്കുന്ന ചില വേർഡ്സും ചില കണ്ടീഷൻസും ഒക്കെയാണ്. അത് ശരിക്ക് മാറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്
പൊതുവിൽ പറയാനുള്ളത്. നമ്മൾ ഈ ടൂറിസത്തിന് വേണ്ടി ഇത്രമാത്രം നമ്മുടെ ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് എടുക്കുമ്പോൾ അത്തരം ആ നിയമങ്ങളും ആ നിബന്ധനകളും ഈ ഡെവലപ്മെൻറ്റ്സിന് വിഘാതമാകുന്നുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ ഹെറിറ്റേജ് സോണാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ നടപ്പിലാക്കിയാണെങ്കിൽ ഇതുപോലുള്ള പ്രത്യേകിച്ച് കാസർഗോഡായാലും അല്ലെങ്കിൽ കണ്ണൂരായാലും അല്ലെങ്കിൽ നമ്മുടെ പൈതൃകമായിട്ടുള്ള ചില സ്ഥാപനങ്ങളും ചില കെട്ടിടങ്ങളും അതിൻ്റെ ഇതോടുകൂടി നിലനിർത്താൻ നമുക്ക് സാധ്യമാകും. അതുവഴി നമുക്ക് ടൂറിസത്തിന് ഏറെ സാധ്യതയുണ്ടാകും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതിനെക്കുറിച്ച് മറ്റ് കൂടുതൽ DTPC ആയി ബന്ധപ്പെട്ടിട്ട് DTPCയുടെ ചെയർമാൻ തീർച്ചയായും കളക്ടർ തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ കാസർഗോഡ് ജില്ലയുടെ ടൂറിസത്തിന് ഈ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ഉണ്ടോ, ഇനി എന്തെങ്കിലും പ്രപ്പോസൽ നൽകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ചൊരു കാര്യം ഇവിടെ അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ പലരും സൂചിപ്പിച്ചതാണ്, അതിന് വലിയ സാധ്യതകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ ആ തെയ്യത്തിന് കൂടുതൽ ആ തെയ്യം കലയെ ഇപ്പം തെയ്യം ചില കലാഗ്രാമങ്ങൾ, സാഹിത്യ കലാഗ്രാമം അല്ലെങ്കിൽ അതുപോലെ തന്നെ തെയ്യം കലാഗ്രാമം എന്നുപോലുള്ള ഒരു പ്രത്യേക സ്ഥലങ്ങൾ, അത് കാഞ്ഞങ്ങാടോ അല്ലെങ്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ ആ കലാഗ്രാമമായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ടിങ്ങും മറ്റ് അനുബന്ധ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതും കൂടുതൽ അതിൻ്റെ ടൂറിസം പ്രൊമോഷൻ്റെ കാര്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് നമ്മുടെ ഫോക്ക്ലോർ അക്കാദമി ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തിലുള്ള ഇടപെടലും അതിൻ്റെ സാധ്യതകളൊക്കെ പഠനവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ കാഞ്ഞങ്ങോട് അല്ലെങ്കിൽ കാസർഗോഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സബ് സെൻറ്ററോ അല്ലെങ്കിൽ അതിന് ഡെവലപ്മെൻറ്റ്സിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു സെൻറ്റർ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ സപ്പോർട്ടീവായിരിക്കും എന്ന് കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ചോദ്യങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് കാര്യമായിട്ട് ഉത്തരം കൊടുക്കാനുള്ള ഒരു ചോദ്യം എന്നുള്ളത് അമൃത് ഭാരത് പദ്ധതിയിലുള്ള കാര്യം മാത്രമാണ്. ഇപ്പോൾ പ്രസന്റ്ലി കാസർഗോഡ് ജില്ലയിൽ അമൃത് ഭാരത് പദ്ധതി വഴി ഈ പിൽഗ്രിം ടൂറിസത്തിന് മാത്രമാണ് ഫണ്ട് അനുവദിക്കാനുള്ള പ്രപ്പോസൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം കാസർഗോഡ് ജില്ലയിൽ നിന്ന് പല ക്ഷേത്രങ്ങളും പ്രപ്പോസൽ പോയിട്ടുണ്ട്, നേരിട്ട് ഡൽഹിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്താണ് എന്ന് അറിയാൻ സംസ്ഥാന സർക്കാർ ത്രൂ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം എന്താണെന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മധുസൂദനോടുകൂടി ഈ ചോദ്യാവലിയും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും സ്വരൂപിക്കാൻ സാധിച്ചതിൽ വളരെയേറെ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച നമുക്കൊക്കെ ഇപ്പോൾ ഈ സെമിനാർ മനസ്സിലായി. നമ്മുടെ പഞ്ചായത്തുകൾ അങ്ങനെ തന്നെയാണ്. ഹൈവേ ഡെവലപ്പ് ചെയ്തതിന് മുമ്പ് എല്ലാ പഞ്ചായത്തുകളും നോട്ടിഫിക്കേഷൻ കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ എല്ലാ വിഷയങ്ങളും. നാം പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ ഉള്ള ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ച സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ CB വിനോദ് കുമാറിന് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാറിൻ്റെ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ ചർച്ച ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ ബിൽഡ് എക്സ്പോയുടെ ഏറ്റവും നല്ല സെമിനാറാക്കി മാറ്റാൻ സാധിച്ച ഈ ചർച്ചയെ നയിച്ച DTPCയുടെ മുൻ സെക്രട്ടറി ശ്രീ നാഗേഷ് തിരുവൽ സാറിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് BRDCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചർച്ചയും മറുപടിയും നൽകിയ BRDCയുടെ മാനേജർ പ്രസാദ് സാറിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം സംഘടനയുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് അജയ് കുമാർ PV, അതുപോലെ തന്നെ അജാനൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ സുനിൽ രാജ് KV,
നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ കൺവീനർ ശ്രീ എം.എൻ. പ്രസാദ്. ടൂറിസം വകുപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹകരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. ഈ സെമിനാറിൽ നടക്കുന്ന ഈ ടൂറിസം സാധ്യതകളും നമ്മുടെ നിർമ്മാണ മേഖലയിൽ എന്നുള്ള വിഷയത്തിൻ്റെ സെമിനാറിൻ്റെ ഉദ്ഘാടനം ചെയ്തതാണ് ശ്രീ P.K. Nehru, District Joint Secretary, Lansdowne. Is my privilege to introduce an inspiring individual who has made such a significant contribution to both tourism and commercial development of Margaret Silva. Story is studied also. Mr. Silva served as District Government Secretary of Kasaragod. Dedicated to public service. He was Kasaragod and the Rotary Club of Kasaragod. Currently, he holds an active position on India Secretary of India International China Special List. Please join me in the Margaret Silva, a remarkable leader. Vishwakarun, Shri Nagesh Tiruvata, former Secretary, Duty Music. അത്യന്തമായ സാധനം കുറേ വർഷമായി ജോലി ചെയ്തു. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും മേളകളിലോ ഇവിടെ പോകുമ്പോഴും നമ്മുടെ ഡിസ്കഷനിലിരിക്കുമ്പോഴും എല്ലാവരും പറയുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ എല്ലാം ഒരുപോലെയാണ്. ഏതൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാലും പിന്നെ ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 4 ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടാവും, കുറച്ച് ലോൺ ഉണ്ടാവും. ഇത് സ്ഥിരം കൂടുതൽ ഇതിൻ്റെ ഇടയിൽ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നാഗേശ്വരം ഫസ്റ്റ് പറയുണ്ടായിരുന്നു നമ്മുടെ തുഞ്ചത്തൂർ തൊട്ട് തൃക്കരിപ്പൂർ വരെയുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുന്ന കാര്യമാണ്. പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ കലാകാരന്മാർക്ക് നാട്ടിൽ ഒരുപക്ഷെ ആരും പുറം ലോകത്താരും അറിയപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. ടൂറിസം വകുപ്പ് വന്നതിൽ നിങ്ങൾ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു ടീമോ ആയിട്ട് നേരിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണെന്നുള്ള ആരെങ്കിലും ഒരു ഫ്ലൈറ്റ് വരികയാണ്, ലൈഫ് മിഷൻ ഉൾപ്പെടെ 4 സംഘം ലൈഫ് മിഷൻ ഗവൺമെന്റിനോട് 4 ലക്ഷം രൂപയാണ്. അവരോട് പറയുന്നത് ഇതിന് 800 സ്ക്വയർ ഫീറ്റ് തരും. ഗവൺമെന്റ് 4 ലക്ഷം രൂപ, അയാൾ 10 ലക്ഷം രൂപയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് കേരളത്തിന്റെ സ്റ്റേറ്റ് മാനേജ്മെന്റ് കണക്കാണ്. ഞാൻ അതിന്റെ ഭാഗമാണ് ചേർന്ന് വെച്ചിട്ട് ചെറിയ വീട് വയ്ക്കുകയാണ്. ഞാൻ കേരളത്തിലെ കുടുംബങ്ങൾക്ക് 600-800 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിന്റെ വീട് വയ്ക്കുകയാണെങ്കിൽ ഓറിയന്റേഷൻ തന്നെ വീടാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് തുടങ്ങി വെച്ച മിഡ്ലാൻഡ് ഇടനാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി, ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold and Diamonds, Kerala and Karnataka, the glow of purity.